റൂം എടുത്ത സ്ഥലത്ത് നിന്നാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതാ. ഇപ്പൊ ഞാൻ ഏകദേശം 2:30 മണിയായി. ഞാനിപ്പോ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോകുന്ന വഴിയാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവിടുത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഗൈസ്. ഏതായാലും ഞാനിപ്പോ വെളിയിലോട്ട് പോവുകയാണ്. ആ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗൈസ്, ഇവിടെ എന്തോ പിന്നെ റൂമിന്റെ വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ പുറത്ത് നല്ല വെയിലാണ് ഗൈസ്, നല്ല വെയിലുണ്ട് പുറത്ത്. ഉള്ളില് അത്ര അറിഞ്ഞിട്ട, ചൂടറിഞ്ഞിട്ട, AC ഇട്ടിട്ട് കിടന്ന് അറിഞ്ഞിട്ട. പുറത്ത് നല്ല വെയിലുണ്ട് ഇപ്പോൾ. ഭക്ഷണം കഴിക്കാൻ പറ്റിയൊരു ഹോട്ടലിൽ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. ഈ ഭാഗത്ത് ഏത് ഭാഗത്തൊന്നും അറിയില്ല. ഏതായാലും കഴിച്ച് താഴോട്ട് പോയിട്ട് നമ്മൾ നോക്കാം. നല്ല ഭക്ഷണത്തിന്റെ ഹോട്ടൽ എവിടെയെങ്കിലും ഉണ്ടാകും. ഭക്ഷണം പിന്നെ ചോറൊന്നും ഇവിടെ കിട്ടുന്നില്ല. കുബൂസ്, റൊട്ടി ഇങ്ങനത്തെ ഒന്നും കിട്ടില്ല. ഈ ഗല്ലിയിലൂടെ ഞാൻ നടക്കുന്ന കാഴ്ചകളാണ് കഴിച്ച് നിങ്ങൾ കാണുന്നത്. ഈ സമയത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ. ഞാൻ വീഡിയോ പിടിക്കുന്ന ഒരുപാട് ആളുകൾ നോക്കുന്നുണ്ട്. മെയിൻ റോഡിൽ ഭയങ്കര വെയിലാണ്. പുറത്തിറങ്ങാൻ തന്നെ പറ്റുമെന്ന് തോന്നില്ല. എന്നാലും ഈ ഭാഗത്ത് എനിക്ക് ഒരു ഹോട്ടൽ കാണുന്നില്ല. ഈ ഉച്ച സമയത്ത് തന്നെ ഒരുപാട് പബ്ലിസിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഗൈസ്, ഇതുവരെ ഹോട്ടൽ എനിക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ പുതിയൊരു റൂട്ടിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. ഏതായാലും ഇന്നലെ രാത്രി പോയ റൂട്ടിലൂടെ തന്നെ പോകാനുള്ള ഒരു പ്ലാനിലാണ് ഞാനിപ്പോ ഉള്ളത്. അവിടെ എന്തെങ്കിലും കിട്ടിയെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്നുള്ള പ്ലാൻ. പക്ഷെ എന്നാലും ഗുജറാത്തിലുള്ള അത്ര ചൂട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഓട്ടം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണിക്കുന്നത്. ഇവിടുത്തെ അജ്മീറിലത്തെ ഓട്ടയാണ്, സർവീസിങ് ഓട്ടം. പക്ഷെ ഏത് വഴിയിലൂടെ പോയെങ്കിലും വഴിയെല്ലാം ഒരേപോലെ കഴിച്ച് കാണുന്നത്. പെട്ടെന്ന് വഴി മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എല്ലാ വഴിയും ഒരുപോലെയാണ് കാണുന്നത്.
सबके दिलों पे राज, सबके दिलों पे राज, ये है वो ഒരുപാട് വ്യത്യസ്തമായ ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. കണ്ടു നോക്ക്, ഒരുപാട് കാഴ്ചകൾ, വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ. ഷാജാന്റെ പാട്ടെല്ലാം പാടുന്നുണ്ട് ചേച്ചി സുഹൃത്ത്. അമീര അപ്പൊ കഴിച്ച് ഇവിടെ എന്തോ ഭക്ഷണം കാണുന്നുണ്ട്. ഏതായാലും നോക്കാം. ഞാൻ ഇന്നലെ പോയ ആ ഹോട്ടലിന്റെ അടുത്ത് പോയിട്ട് ആടെന്താണ് ഭക്ഷണം ഉണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിപ്പോ മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഉച്ച സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ഭക്ഷണങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. वो कितने के? 60 रुपए की चाय। 60 रुपए का. हाँ ഗൈസ്, അപ്പൊ ഇത് 60 റുപ്പീസിന് 4 എണ്ണം. ये 90 का 250 ग्राम। हाँ ये चिकन है मुर्गी 90 का 1 पीस। हाँ ഗൈസ്, അപ്പൊ ഈ കാണുന്നത് 90 1 പീസ്, 90 രൂപ ഒരു പീസ് ചിക്കൻ. 90 to 50 grams. 50 grams. 250 grams. Guys, fish. അപ്പൊ ഇത് ഏത് ഫിഷ് നമുക്ക് അറിയില്ല ഗൈസ്. അപ്പൊ ഇവിടെ കാണുന്നത് അപ്പൊ 250 ഗ്രാമിന് how much 90 का 250 grams. 90 രൂപയ്ക്ക് 250 ഗ്രാം ഫിഷ് ആണ് ഈ കാണുന്നത്. ഈ ഫിഷ് ഓക്കെ, വേറെ ഒന്നുണ്ട് ഓക്കെ ഭയ്യ. അപ്പൊ കഴിച്ച അവർ ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്ക് അത്ര പെട്ടെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ഏതായാലും ഇനിയും ഞാൻ കുറച്ചും കൂടി മുമ്പോട്ട് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നത്. തന്തുറൊട്ടി കൊണ്ടിരിക്കുകയാണ്. ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ടേയിരിക്കുന്നത്. തന്തുറൊട്ടി നിങ്ങൾ ഈ കാണുന്നതാണ് തന്തുറൊട്ടി. അസ്സലാമലൈക്കും. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് ഞാനിപ്പോൾ ഈ ഹോട്ടലിൽ ഇറങ്ങുന്നുണ്ട്. ഇതിന് അടുത്ത് എന്ത് കാണുന്നുണ്ടെന്ന് നോക്കാം. ഭക്ഷണം വലിയ നല്ല ഭക്ഷണം ഒന്നല്ല കഴിച്ചത്. അത്ര ഭക്ഷണം നല്ല ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് സ്വീറ്റ് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടില് ഇതുപോലുള്ള സ്വീറ്റ് ഐറ്റംസ് ഒന്നും കിട്ടില്ല. അസ്സലാമു അലൈക്കും. नाम क्या है? ഷാഹിദ്. ഇംതിയാസ് മൈ നെയിം ഈസ്. ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. ഇത് മിൽക്ക് ഗൈസ്, ഇതാ ഈ കാണുന്നതാണ് മിൽക്ക് കേക്ക്. കാണാൻ തന്നെ വല്ലാത്ത ഒരു ഭംഗിയാണ് ഇത്. ഹൗ മച്ച് ദിസ് കിലോഗ്രാം? ഗൈസ്, ഇതിന് ഇപ്പൊ ഇവിടെ ഞാൻ വേറെ സ്ഥലത്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇതിന് അപ്പുറത്ത് നോക്കിയിട്ട് 240 പറഞ്ഞത്. 240 പറഞ്ഞു. പക്ഷെ ഇവിടെ കുറവുണ്ട് വില. 200 രൂപയേ ഉള്ളൂ കിലത്തിന്.
നല്ല കാണാനുണ്ട്, നല്ല സ്മൂത്ത് സ്മൂത്ത് മിട്ട ബൗത്ത് മിട്ട. ആ അപ്പൊ ഗൈസ് ഇദ്ദേഹം എനിക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിട്ട് ഈ സാധനം തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഏകദം അച്ഛേ, നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. മിൽക്ക് മിക്സ് ആ നല്ല പാലിലാക്കിയത് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? ആ ഹായ്. खजूर का हाँ क्या नाम? खजूर का जोड़ावर हाँ खजूर का जोड़ावर जोड़ा वर्क, खजूर का जोड़ा वर्क। एक मिनट, कितना केजी? 200 रुपीज फुल 200 है? तीनों 200 हाँ सेम है ना? അപ്പൊ ഗൈസ് ഇത് രണ്ടും സെയിം ആണ് ഗൈസ്. ഇത് 200 രൂപയാണ് ഇത് നല്ല സാധനമാണ്. ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ഇപ്പൊ ഇതിന് തിന്നുന്നുണ്ട്, നല്ല രസം ടേസ്റ്റുള്ള സാധനം. അപ്പൊ ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ നോക്കാം. मैं केरला से यूट्यूबर, प्रमोशन वीडियो ओके. അപ്പൊ ഗൈസ് ഇത് രണ്ടിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണിത്. കുഴപ്പമില്ല, രണ്ടും സാധനം സൂപ്പർ. ഈ സാധനം സൂപ്പർ. 200 രൂപ. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ സാധനം 200 രൂപ കിട്ടില്ല ഗൈസ്. നാട്ടില് മാങ്കയെ കിട്ടില്ലാടാ. ഇതുപോലത്തെ നല്ല ഐറ്റംസ്, നല്ല സൂപ്പർ ഐറ്റംസ്, ക്വാളിറ്റി ഐറ്റംസ്. क्या भाई? सोन हलवा कितने के जी? 140 സോൺ ഹൽവ എന്ന് പറഞ്ഞാൽ ഇതിന് 140 റുപ്യേ ഉള്ളൂ. നമ്മളെ നാട്ടിൽ ഇതിന് കുറഞ്ഞത് 300 റുപ്യ. ഇങ്ങനത്തെ സാധനം ഉണ്ടെങ്കിൽ 250, 250, 300 റുപ്യോളം കൊടുക്കേണ്ടി വരും ഈ സാധനത്തിന്. അപ്പൊ ഗൈസ് ഇതിന്റെ ഫുള്ള് ഇതാ ഈടത്തോളം ഉണ്ട്. എന്റെ നല്ല പേര് സോൺ ഹൽവ എന്ന് പേര്, സോൺ ഹൽവ. ഇതിന് എത്ര പറഞ്ഞത്? 180 180 ആ 180 ആ 140 140 150 200 ഗൈസ്. ഇതിന് 200 ഗൈസ്. ഇതാ ഈ സാധനത്തിന്. ആ ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇതിന് 260 260 ക്വാളിറ്റി एकदम अच्छा क्वालिटी है. അപ്പൊ ഞാൻ ചോദിക്കുന്നതിനോട് ടേസ്റ്റ് അറിയുന്ന ചെറിയ ടേസ്റ്റ് കറിനൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കഴിച്ചതാ ഒരു കണ്ട എനിക്ക് തന്നിട്ടുണ്ട്. ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. ഇപ്പൊ ഞാനൊരു പ്രമോഷൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് നോക്കാൻ തന്നൊരു പ്ലാനിലാണ് ഇപ്പൊ ഇദ്ദേഹം തന്നിട്ടുള്ളത്. ഒരുപാട് ഇതെല്ലാം നല്ല നല്ല സാധനമാണ്. ഇസ്കാക്കിത്ര നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. 260 260 260 350 ഗൈസ്. ഇത് നല്ല സാധനം. ആ ഗൈസ് ഇതില് ഡ്രൈ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ആണ് ഇതില്. അപ്പൊ 250 വരുന്നുണ്ട്. നല്ല സാധനം. ഏതായാലും ഇതൊരു കണ്ട ഞാൻ ഇങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഇത് കുറച്ച് ഉറപ്പുള്ള സാധനമാണ്. എങ്കിലും മോശമല്ല, ഒരുമാതിരി ഉണ്ട്. കുഴപ്പമില്ല, നല്ല സാധനം. ചക്കനോട് നമ്മൾ നോക്കാൻ ഹായ് बोलो. हाँ बता दो. मैं ट्रैवलिंग फ्रॉम फोर्ट. 1 मिनट. कोई ये क्या है? लोवान. अच्छा लोबान है, खुशबूदार बढ़िया. घर में परेशानी आसानी दूर होती इससे. ഗൈസ് നിങ്ങൾക്ക് മറ്റേ റിയർ ക്യാമറയിൽ ഞാൻ ഇത് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഏതാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാം. ക്ലിയർ ആയിട്ട് കാണിക്കുന്നതാണ് ഗൈസ്. ഗൈസ് നിങ്ങൾ ഈ കാണുന്നതാണ് ലോബൻ.
What purpose you using this? वो एक ही है. ആ അപ്പോൾ ഈ കഴിച്ചപ്പോൾ ഇതിനെ കുറച്ച് ഇംഗ്ലീഷ് അറിയുന്ന കുറവായതുകൊണ്ട് ഹിന്ദിയിൽ പറയുന്നുണ്ട്. ये कैसा है लोगन? 200 रुपए കെ ജി. ആ കഴിച്ച അപ്പോൾ ഇതിന് 200 രൂപയാണ് കിലത്തിന്. 200 രൂപ. ഇത് ലോഭാണ്. ഇത് നമ്മൾ തീരുന്നില്ല, ഊത് കത്തിക്കുന്നില്ല, തീയിലിട്ടിട്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ കാണുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വേറൊന്നും കാണാനില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മസ്ജിദിന്റെ അകത്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചപ്പൽസ് എല്ലാം ഇവിടെ ഇതാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചപ്പൽസിന് 10 രൂപ പോലെ കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് സേഫ്റ്റി ഇവിടെ വെക്കുന്നതാണ് ഗീസ്. ഇവിടെ കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളെ ചപ്പലെല്ലാം മിസ്സായി പോകും. അപ്പൊ ഈ കടന്ന് ഞമ്മ മുമ്പോട്ട് നീങ്ങാം. അപ്പൊ ഗൈസ് ഞാനിപ്പോ മുമ്പോട്ട് നീങ്ങുന്നു ഇദ്ദേഹത്തിന്റെ കടന്ന്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. नाम क्या है? हारून അരുൺ. ഗൗ ഈ രാജസ്ഥാൻ. അരുൺ പേര് ഇദ്ദേഹത്തിന്റെ. അപ്പൊ ഇവിടെ രാജസ്ഥാനിൽ തന്നെയാണ് ഇദ്ദേഹം. അപ്പൊ ഇയാളിപ്പോ എന്നോട് ചോദിക്കുന്ന എന്റെ പിന്നെ ID ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറയാതെ മൈ ഗൈസപ്പ എന്റെ ID ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇദ്ദേഹത്തിന്. My traveling from 14. एक मिनट. सब्सक्राइब. ये ब्लॉग कब डालोगे? हाँ पूरे अंदर है. सब्सक्राइब किया है, ऑल सेटिंग कर लो, ऑल है. ठीक है, ओके बाय. यूट्यूब पे है. मैं केरला हूँ. क्या नाम है? मैं ट्रैवलिंग फ्रॉम 40. ओके ठीक है, बाय. अस्सलाम वालेकुम. वालेकुम सलाम. नाम क्या है आपका? सैयद रोहन चिश्ती. माय नेम इज इम्तियाज. मैं केरला से, आई एम फ्रॉम केरला. ओके. ठीक है. ഈടെ കുറച്ച് ഐറ്റംസ് എല്ലാം കാണുന്നുണ്ട് ഗൈസ്. ഇത് ആടെ കാണാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഇപ്പൊ ഈടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം. 260 റുപ്യാണ് ഈ കിലത്തിനുള്ളത്. പിന്നെതാ ബെസ്റ്റ് ലാഡ്. ഈ ലാഡ് ഞാൻ കുറേ സമയമായി സ്പെയർ ചെയ്ത് നടക്കുന്നത്. 260 കിലോഗ്രാം പെർ കിലോഗ്രാം 260. ഇത് മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വാട്ട് ഇസ് ദിസ്? ആ ഗൈസ് ഇതാണ് ഗൈസ് ഗുലാം ജാം എന്ന് പറഞ്ഞത്. ഇത് 218 kg 440 है ना, 440 kg. 440 ഐറ്റംസ് ഉണ്ട് ഗൈസ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇത് 260. इसका അപ്പൊ ഇതെന്ത് സാധനം എന്തെന്ന് നമുക്കറിയില്ല കഴിച്ചു. അപ്പൊ അതുകൊണ്ട് സ്പൈസി. Oh my god, spicy. Sweet, spicy, not spicy. You don't try to fool me, okay? അപ്പൊ ഞാൻ ഇത് കഴിക്കുന്നു കഴിച്ചു. एकदम अच्छा, നല്ല മധുരമുണ്ട് കഴിച്ചു. കഴിച്ച് ഇപ്പൊ ഈ ചെക്കനെന്റെ കൊണ്ടു കൂടിയിട്ടുണ്ട്. നല്ല സാധനമാണ് കഴിച്ചു. ഒരുപാട് സാധനങ്ങൾ ഉണ്ട്. ഓക്കെ ബ്രോ, ബൈ. लाडू कितना पीस कितने? 10 rupees. 10 rupees. Give me one. बना इनको ना चाहिए
चाहिए अच्छा आपको चाहिए ओ भाई 10 के 3 है ना അപ്പൊ ഏതായാലും 10 രൂപ കൊടുത്തിട്ട് കഴിച്ച് ഞാനൊരു ലാഡു വാങ്ങിയിട്ടുണ്ട്. ഈ ലാഡു ഞാൻ വാങ്ങാൻ വേണ്ടിട്ട് വിചാരിച്ചിട്ടുണ്ടായി. यार भाई हमारे कोई बोल बचन नहीं चाहिए ഇത് ഏതായാലും ഞാനിപ്പോ കഴിക്കുന്ന പ്ലാനിലാണ്. നല്ല ലാഡുമാണ്, സൂപ്പർ ലാഡു. എങ്ങനെയുണ്ട്? നല്ല മധുരവും കാര്യങ്ങളെല്ലാം. ഇതും കഴിച്ചോണ്ട് ഞാൻ നേരെ പോകുന്നത്. ഇന്നിപ്പോ കഴിച്ചിട്ട് ഒരുപാട് കാഴ്ച കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് വന്നതിന് കുറച്ച് മുതലായി. നല്ല ലഡു. ഇവിടെ ഒരു വേറൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാഴ്ച ഉണ്ട്. അതെന്തോ നമുക്ക് ഒന്ന് ചോദിച്ചിട്ട് എന്തോന്ന് മനസ്സിലായ കാഴ്ച. ഫിഷാണെന്ന് തോന്നുന്നു. ഗൈസ് അപ്പൊ ഇവിടുത്തെ ചെക്കൻ്റെ ഇനി എത്ര വില പറയണമെന്ന് അറിയുന്നില്ല ഗൈസ്. ഫിഷ് വിച്ച് ഫിഷ്? 100 रुपए पावल पावल। फिश का नाम क्या है? हैं? लाची लाची എന്ന് പറയുന്ന ഒരു ഫിഷാണ് ഗൈസ്. 100 രൂപ एक पीस. 250 ഗ്രാം. അപ്പൊ 250 ഗ്രാമിന് പിന്നെ ഗൈസ് 100 രൂപയാണ്. ഇത് ചിക്കൻ മുറുക്കി ബാക്കിയുള്ള ഗൈസ് ഇതെല്ലാം ചിക്കൻ മുറുക്കി ആയിട്ട്. ഇതിന് ആവുമ്പോ 100 രൂപക്ക് 5 എണ്ണം. സിംഗിളിന് 20. അച്ഛേ അപ്പൊ ഏതായാലും ഗൈസ് ഞാൻ ഇതൊന്നും എടുക്കുന്നു ഇപ്പൊ 20 രൂപ കൊടുത്തിട്ട്. ഞാൻ ഒരു മിനിറ്റ് എൻ്റെ ചില്ലറ ഉണ്ടാവും ഞാൻ നോക്കുന്നുണ്ട്. എന്നാലും ചില്ലറ ഉണ്ടെങ്കിൽ ഞാൻ 20 രൂപ കൊടുത്തിട്ട് ആ ഒരു സാധനം ഞാൻ പ്ലാൻ ആക്കി. അപ്പൊ ഗൈസ് ഞാന് അപ്പൊ അത് 20 രൂപ കൊടുത്തിട്ട് ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട് എന്റെ ഐഡിയ ഒന്ന് പറയണോ. എന്റെ ഐഡിയ ഒന്ന് ഞാൻ ഇവന് കൊടുക്കാം. My traveling from 14. पूरा मैं traveling from 14. This is on. This. Okay. मैं दिया है पैसा. ठीक है चलो. अभी इधर ഞാൻ കഴിച്ചോണ്ട് ഞാൻ പോവാനില്ല. അപ്പൊ ചേക്കൻ ഞാൻ സബ്സ്ക്രൈബ് ആക്കാനുള്ള വയ്യല്ലാക്കിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴിച്ചോണ്ട് പോകുന്നു. ഗൈസ് എന്റെ സ്റ്റിക്ക് മിസ്സായത് കാരണം ഇപ്പൊ ഇങ്ങനെ പിടിക്കാൻ വളരെ പ്രയാസമാണ് ഗൈസ്. വലിയ ടേസ്റ്റ് ഉണ്ടെങ്കിലും ഒരുമാതിരി ഉണ്ട്. ഇനി 20 രൂപ ഒരു പീസിന്. നല്ല ബാക്കിയെല്ലാം കാണുന്നുണ്ട് അങ്ങനത്തെ സാധനം തന്നെ. വേറെ വ്യത്യസ്തമായിട്ടുള്ള സാധനം വേർത്ത് കണ്ടിട്ട് ഇപ്പൊ. ഇനി ഏതായാലും ഇനിയിപ്പോ റൂമിലേക്ക് പോകുന്നു. ഇങ്ങനെ പിടിക്കുമ്പോ കൈ അടിയുന്നു. ഇപ്പൊ സിക്കില്ലാണ്ട് പിടിക്കുമ്പോ കൈ അടിയുന്നു. ചിക്കൻ്റെ 20 രൂപക്ക് മോശമല്ല, പക്ഷെ ഞങ്ങൾക്ക് വലിയ ഭാഗമായിട്ടൊന്നുമില്ല. ഞാൻ നേരിപ്പം അങ്ങോട്ട് അങ്ങനെ പോകണം, റൂമിലേക്ക് പോകണം.
ഞാൻ ഇന്നലെ തിന്നോണ്ടിരിക്കുന്ന സാറ് ഏതായാലും എന്നൊരു ചായയും കൂടി ഞങ്ങൾക്ക് കുടിക്കണം. അവിടെ പോയിട്ട് അവിടെ നിന്ന് ചായ കുടിക്കും. ഇങ്ങനെ കയ്യിൽ പിടിക്കുന്ന എണ്ണന്റെ വശം കൊണ്ടിട്ട് മൊബൈൽ ചാർജ് അപ്പൊ ഞാൻ ഇന്നലെ ഇവിടുന്ന് ചായ കുടിച്ചത്. ഇന്നലെ ചായ കുടിക്കണം. അപ്പൊ ഇവിടുത്തെ ചായ എത്ര ചെറിയ ഗ്ലാസ്സിൽ തരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളെ കേരളത്തിൽ കിട്ടുന്ന പോലെ ചായ കിട്ടില്ല. അല്ലെങ്കിൽ ചെറിയ ഗ്ലാസ് നമുക്ക് കൊണ്ട കുടിക്കാം. അതുപോലത്തെ ഗ്ലാസ്സിൽ 10 റുപ്യാണ്. നമുക്ക് ഒന്ന് ശരിക്കും കുടിക്കണമെങ്കിൽ ഒരു 3-4 ഗ്ലാസ് ചായ കുടിക്കേണ്ടി വരും. ഏതായാലും ഒരു ചായ കുടിക്കുക. എന്താ 10 റുപ്യ ഒരു ചായക്കുള്ളത്. അപ്പൊ ഞാൻ ആ ഗ്ലാസ് ഫുള്ളാക്കണമെങ്കിൽ 15 റുപ്യ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഒരു ഗ്ലാസ് ഫുള്ള് ചായ കുടിക്കും. ഫുള്ള് ചായ ഫുൾ ചായ 15-ന്റെ. അപ്പൊ ഇതാ ഫുള്ള് ചായ എടുത്തിന് ഇതിന് 15 റുപ്യ. ഇല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് കിട്ടത്തില്ല. ഇതാ ഇങ്ങനെ ഫുള്ള് ചായ കിട്ടണമെങ്കിൽ 15 റുപ്യ കൊടുത്താൽ മതി. ഇപ്പൊ ഇല്ലെങ്കിൽ ഇതിന്റെ കുറച്ച് ഇത്ര കിട്ടും. ഞാൻ കുടിച്ചിട്ട് ഇതിന്റെ മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം. കുഴപ്പമില്ല, ഒരുമാതിരി ഉണ്ട് ചായ. മൈ ട്രാവലിംഗ് ഫ്രം 40. അപ്പൊ കുറച്ച് സുഹൃത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. अस्सलाम वालेकुम, आपका नाम क्या है? इधर से गोवा. कितना दूर है इधर? How far from here? 3000 किलोमीटर. 3000 3000 കിലോമീറ്റർ ദൂരമുണ്ട് ഗോവ എന്ന് വന്നത്. എത്ര? ഹൗ മെനി പീപ്പിൾസ്? 6. അപ്പൊ 6 പീപ്പിൾസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബാച്ചാണ്. ഓക്കെ. മൈ ട്രാവലിംഗ് ഫ്രം 40. മൈ ട്രാവലിംഗ് മൊബൈലേ മൈ ട്രാവലിംഗ് ഫ്രം 14 14 ലാസ്റ്റ് 14. മൈ ട്രാവലിംഗ് ഫ്രം 14. ഞാൻ നോക്കുന്നുണ്ട്. നാം ക്യാ ആപ്കാ? आकिफ. वो नया चालू किया. किधर इधर माई ट्रैवलिंग फ्रॉम 14. देखो इधर 1 मिनट है. ठीक है, पूरा है. थैंक यू. वॉच कर लो. वेलकम. അപ്പൊ ഗൈസ് അതിപ്പോ ഗോവയെന്ന് വന്ന പിള്ളേരാണ് ഇപ്പൊ വന്നിട്ട് എൻ്റെ ID ചോദിച്ചത് ഏത് ചാനൽ എന്ന് ചോദിച്ചു. ഗോവയെന്ന് ഏകദേശം ഇവിടത്തേക്ക് വരണമെങ്കിൽ 3000 കിലോമീറ്റർ ഉണ്ട്. 3000 കിലോമീറ്റർ.
സംഗീത പിടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ കൈ കാടിന്ന് എൻ്റെ സ്റ്റിക്ക് കാണാൻ വലിയ ബുദ്ധിമുട്ടിലാണ് മൊബൈൽ സ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ മിസ്സായിന് കാണാത്തല്ല മിസ്സായിട്ട് വെച്ചിട്ട് എടുക്കാൻ പറഞ്ഞു കേടന്ന് കിട്ടുന്നില്ല അത് വെച്ചിട്ട് വെള്ളം സ്റ്റോക്ക് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. പക്ഷെ ചായ നല്ല ചായ അല്ല നമ്മളെ ബൊംബൈയിലത്തെ ചായ പോലെ തന്നെ. അപ്പൊ ഇയാൾക്ക് ഇപ്പൊ ഞാൻ 20 ഉറുപ്പ്യ ഉണ്ട് ഇത് കൊടുത്തിട്ട് 10 ഉറുപ്പ്യ വൈകിട്ട് മേലെ $15 കൊടുക്കുന്നുണ്ട്. അല്ല ആ കപ്പ് അതെന്നാ ഗ്ലാസ് 10 रुपये ചായ. അപ്പൊ ഗൈസ് ഇതുപോലുള്ള ചായ ഇതുപോലുള്ള കപ്പിലാണ് ചായ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ 10 രൂപയാണ് ഇതുപോലുള്ള കപ്പിലുള്ള ചായ. പിന്നെ നമുക്ക് വേണം പിന്നെ അതാ ഇപ്പൊ ഞാൻ കുടിച്ച പോലത്തെ ഗ്ലാസ്സിലും കിട്ടും. सब्सक्राइब मोबाइल सब्सक्राइब नेट चालू है ആള് ചോദിച്ചിട്ടുണ്ട് യൂട്യൂബ് വാട്സാപ്പ് അയാൾക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണ്ടെന്ന് അറിയാത്ത അവസ്ഥകൾ. നല്ല നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഒരു സബ്സ്ക്രൈബ് വേണമെങ്കിൽ അയാൾക്ക് ആണെങ്കിൽ ഇരിക്കട്ടെ. എനിക്ക് മൈ ട്രാവലിംഗ് ഫ്രം 14 ഓക്കെ ബൈ താങ്ക് യു. അപ്പൊ എനിക്ക് ഇരുന്നിപ്പോ ചായ കുടിച്ചിട്ടായി. ഇപ്പൊ ഞാൻ വല്ല മുമ്പോട്ട് പോകുന്ന തന്നെയാണ്. വേറെ കുറെ അങ്ങോട്ട് തന്നെ പോയാൽ എന്തെങ്കിലും കാണാനുണ്ടാവും. എന്നാൽ നടക്കാൻ ഭയങ്കര മടിയൊന്നുണ്ട് ഇപ്പൊ അതിലൂടെ. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാഴ്ചകളുണ്ടാവും കുറെ അപ്പുറത്തെ കാഴ്ചകളൊന്നും. അപ്പൊ കഴിച്ചപ്പോ വേറെ ഇതിന്റെ ഇടയിൽ എന്തുണ്ടോ വേണം ജസ്റ്റ് ഒന്ന് അതില ഒന്ന് അങ്ങോട്ട് പോയിട്ട് വരാ കഴിച്ചു. ഒന്നാടത്തോളം പോയിട്ട് വരാ എന്ത് അവസ്ഥ എന്തെന്നല്ല നമുക്ക് മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ അടിക്കുന്നുണ്ട്. അടിക്കുന്ന തരത്തിൽ നമ്മൾ കാണും. ഇതൊരു ഗല്ലി, വളരെ അള്ളിയായിട്ടുള്ള ഒരു ഗല്ലിയാണ് കഴിച്ചത് നിങ്ങൾ കാണുന്നത്. ഇപ്പൊ ഇവിടെ അത്ര വലിയ പബ്ലിസിറ്റി ഒന്നും കാണുന്നില്ല. അതിവിടെ ഗോഷ്, ചിക്കൻ, മട്ടൻ ഇതുണ്ട്. വളരെ അള്ളിയായിട്ടുള്ള സ്ഥലമാണ്. ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഇത്. പക്ഷെ ഇത് അറിയാത്ത ആൾ വന്നെങ്കിൽ ഇവിടെ വഴി തെറ്റിക്കും. അപ്പൊ കോഴി അതാ അവിടെ കോഴി കൊടുക്കുന്നതിന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടല്ലേ. ഇപ്പൊ എത്ര കിരുത്തുന്നല്ല നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ റേറ്റ് എത്രയാണ്? കണ്ടോ, ഇത് പല റോഡുകളുണ്ട് ഇവിടുന്ന് കൂടുന്ന റോഡ്.
ഏകദേശം ബൊംബൈൻ്റെ തന്നെ ഒരു സെയിം ആയിട്ടാണ് ഞാൻ കാണുന്നത് ഈ ഗല്ലി കാണുമ്പോൾ. ഇത് അനാദി കട ഇവിടുത്തെ. അസ്സലാമു അലൈക്കും. അനാദി കട അവിടെ റിസപ്ഷനെല്ലാം ഉണ്ട്, നല്ല വലിയ റിസപ്ഷൻ ഉണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്. കഴിച്ചപ്പോ ഈടെ ഒരു നായിനെ കണ്ടിട്ടുണ്ടതാ. ഈ നായ്ക്കില്ല ഇതിന് വെള്ളം കാണാതെ കുറെ ആയിട്ടുണ്ട്. ഒന്നൊക്കെ പൊട്ടി പിടിച്ചിങ്ങനെ പിന്നെ കാർ വാഷിലേക്ക് കൊണ്ടുപോയിട്ട് ഒന്ന് സർവീസ് ആക്കണം. അങ്ങനെ അപ്പൊ ഗൈസ് ഇത് ഒരു ഫ്രണ്ട്സും കൂടി ഉണ്ട്. നമുക്ക് अरबाज मैं केरला से आया हूँ. मैं यूट्यूबर है. मैं ट्रैवलिंग फ्रॉम 40 मैं इंडिया. मेरा नाम इम्तियाज. മൊബൈൽ क्या അപ്പോൾ ഗൈസ് ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ മുർഗി का दुकान से काम करेगा. अपने खुद की शॉप है तुम्हारा शॉप है? हाँ ഗൈസ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചിക്കന്റെ ഷോപ്പാണ് ഈ കാണുന്നത്. ഹൗ മച്ച് കിലോഗ്രാം? 240 kilogram. बीफ का 240 ചിക്കൻ 240 kilogram. 240 ഗൈസ് യൂട്യൂബ്. हाँ भाई 240 रुपये ഗൈസ്. ഇവിടെ ചിക്കന്റെ റേറ്റ് ഭയങ്കര വളരെ റേറ്റ് ആണ്. 240 ഇവിടെ അജ്മീറിലത്തെ റേറ്റ്. निकालो My traveling from 14. My traveling from 14. Arman My traveling from 14. ठीक है, थैंक यू. वेलकम. मैं फर्स्ट टाइम हियर. ये फर्स्ट टाइम. ओके, नाम क्या आपका? इधर ही है. मैं यूट्यूब चैनल मुझे, मैं केरला से है. जी इधर देखो मैं चालू है ना. मैं ट्रैवलिंग फ्रॉम 14. my channel name my traveling from 14. या सब्सक्राइब करो. ओके ഓക്കെ ठीक है. ഇതാ ഗൈസ് ഇതാ ഇവിടെ ഒരു വണ്ടി പോകുന്നതിൻ്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. യൂട്യൂബ് ചാലു കറോ मैं കേട്ടോ. ചെക്കന് വലിയ അത്ര ഇതില്ലല്ലോ, നമ്മളെ കേരളക്കാർ അത്ര ബുദ്ധി ഉണ്ടാവില്ലല്ലോ. അപ്പം അതിനെ കൊണ്ട് ചെക്കനോടില്ല സബ്സ്ക്രൈബ് ആക്കാതെ പയ്യനെ അങ്ങനെ കളക്കുക. ചെക്കനിപ്പോൾ വലുതായിപ്പോൾ ഫോൺ തന്നിട്ടുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ആക്കണം. സബ്സ്ക്രൈബ് ആയിക്കൊന്ന് എനിക്ക് ഫോണുണ്ട്. മൈ ട്രാവലിംഗ് ഫ്രം 14. മൈ ട്രാവലിംഗ് ഫ്രം 14. traveling from 14. ഓക്കെ ഭയ്യ, താങ്ക് യു. വീട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. കാഴ്ച കാണാൻ പറ്റും. ഇത് क्या है? बकरा है. बकरा. हाँ ഇത് ബക്കറ. Excuse me. Guys, ഇത് ബക്കറ. How much kilogram? 650. ആ അപ്പോൾ 650 ആണുള്ളത്. അപ്പോൾ വലിയ റേറ്റ് കൂടുതലില്ല. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വെച്ചിട്ട് വലിയ കൂടുതലാണെന്നില്ല. നല്ല സാധനം, ബെസ്റ്റ് സാധനം സാധനമെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം ഏതായാലും എനിക്കൊരു ജോയ് സ്റ്റിക്ക് കിടന്നെങ്കിലൊന്നും വേണം കഴിച്ചു. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഞാനതൊന്ന് ചോദിക്കാം. ജോയ് സ്റ്റിക്ക് ഇവിടെ സ്റ്റിക്കൊന്നുമില്ല. ഓ ശരി.
ഇവിടെ ഇല്ല ഇപ്പോൾ ഇവിടെ. എൻ്റെ ആ മിസ്സതിന് കാരണം പിന്നെ എനിക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ ഭയങ്കര കൈ കടച്ചിലുണ്ട്, വല്ലാത്ത കടച്ചിലുണ്ട്. ഇപ്പം ഏതായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അവിടെ പോയിട്ട് നമുക്കിതാക്കാം. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വെച്ചിട്ട് ഭയങ്കര ഓക്കെ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ വീഡിയോസ് മുഴുവനായും കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഞാൻ ഒന്നും കൂടി പറയുന്നത്, എത്രയും പെട്ടെന്ന് എൻ്റെ ചാനലിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ ഓൾ എന്നത് എനേബിൾഡ് ചെയ്താൽ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.